നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിമിനലുകളുടെ സംരക്ഷണമല്ല, ജനങ്ങളുടെ സംരക്ഷണമാണ് പോലീസ് നിർവഹിക്കേണ്ടതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ജൂൺ മധ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ചാനൽ ക്യാമറാമാനെ പോലീസ് കയ്യേറ്റം ചെയ്തതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ക്രിമിനലുകളുടെ സംരക്ഷണമല്ല, ജനങ്ങളുടെ സംരക്ഷണമാണ് പോലീസ് നിർവഹിക്കേണ്ടതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ബീച്ചിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ചെമ്പൻ ശശികുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ നേരിടുമെന്ന കേന്ദ്രമന്ത്രിയുടെ പരസ്യപ്രഖ്യാപനം RSS കേരളത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ്. ചെമ്പൻ ശശികുമാറിന്റെ കൊലപാതകത്തിൽ കുറ്റവാളികൾക്കും ഗൂഢാലോചനയ്ക്കും നേതൃത്വം നൽകുന്നവർക്കെതിരെ തെളിവ് സഹിതം പരാതി നൽകിയെങ്കിലും അവരെ പോലീസ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി തന്നെ ഞങ്ങൾ നേരിടും കേരളത്തിൽ ഇടതുപക്ഷത്തെ എന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ അക്രമം RSS കേരളത്തിൽ ഏറ്റെടുത്തതായി വേണം കണക്കുകൂട്ടാൻ. അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള നിഷ്ഠൂരമായ ഒരു ആക്രമണമാണ്. അതിനെ തുടർന്നാണ് ശശികുമാർ വധിക്കപ്പെട്ടത്. ഈ സംഭവത്തിലെ ഉത്തരവാദികളായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ RSS നേതാക്കൾ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി അവരെ സറണ്ടർ ചെയ്യിക്കുകയാണ് എന്നാണ് മനസ്സിലായി. പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയാണ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുറ്റവാളികൾക്കും ഗൂഢാലോചനയ്ക്കും നേതൃത്വം കൊടുത്ത ആളുകളുടെ പേര് തെളിവുകൾ സഹിതം പോലീസിന് മുമ്പിൽ നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കേസിൽ നിന്ന് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന സമീപനവും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. CN ജയദേവൻ MP, CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ശശികുമാറിന്റെ മാതാപിതാക്കളെയും ഭാര്യയെയും 2 കുട്ടികളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, CITU ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ്, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങരയിൽ CPM പ്രവർത്തകൻ ചെമ്പൻ ശശികുമാറിന്റെ കൊലപാതക കേസ് അന്വേഷിക്കുന്ന വലപ്പാട് CI R രതീഷ് കുമാറിന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ പരസ്യ ശാസന. എങ്ങനെയുണ്ടായി നിങ്ങൾ ഫൈൻഡിങ്സിലെത്തിയെങ്കിൽ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കോ. പക്ഷെ അല്ലാത്തത് നിങ്ങൾ നടത്തുന്നത് എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായാലും ഗുണം ചെയ്യില്ല. പോലീസ് വേറെ ആരെങ്കിലും സംരക്ഷിക്കാനല്ല, ഞങ്ങളെ സംരക്ഷിക്കേണ്ട, സർക്കാരിൻ്റെ നയം നടപ്പിലാക്കിയാൽ മതി. നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഷൈൻ ചെയ്യാനാണെന്നെങ്കിൽ അത് കുറ്റകൃത്യം ഇങ്ങനെ നടന്ന് നിങ്ങൾ ഫൈൻഡിങ്സിലെത്താൻ എന്താ നിങ്ങളുടെ തെളിവുകളുള്ളത്? നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ കൊലപാതക കേസ് ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുകളാണ്? പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ വെച്ചായിരുന്നു CIയെ മന്ത്രി ശാസിച്ചത്. CN ജയദേവൻ MPയോടൊപ്പമായിരുന്നു മന്ത്രി AC മൊയ്തീൻ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ ചെമ്പൻ ശശികുമാറിന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം മന്ത്രി വീട്ടുകാരിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. ശശികുമാറിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖനെയും സംഭവത്തിനു ശേഷം സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നയാളെക്കുറിച്ചും CPM ഏരിയ സെക്രട്ടറി PM അഹമ്മദ് മന്ത്രിയെ ധരിപ്പിച്ചു. കൊലപാതകത്തിൽ അറസ്റ്റിലായ 6 BJP പ്രവർത്തകർ നേരത്തെ CPMലായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ വാർത്താ സമ്മേളനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചെന്നും അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത മുഴുവനും മന്ത്രി പരിശോധിച്ചു. വാടാനപ്പള്ളി ബീച്ചിൽ പട്ടികജാതി പെൺകുട്ടിയെ കൈക്ക് പിടിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനെതിരെ പരാതി നൽകിയിട്ടും 6 ദിവസമായി പോലീസ് കേസെടുക്കുന്നില്ലെന്നും CPM നേതാക്കൾ പരാതിപ്പെട്ടു. തുടർന്ന് യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറിയ മന്ത്രി AC മൊയ്തീൻ CI R രതീഷ് കുമാറിനെ അടുത്തേക്ക് വിളിച്ച് ശകാരിക്കുകയായിരുന്നു. കേസ് എങ്ങനെ തെളിയിച്ചുവെന്ന് കാണിച്ചാണ് താങ്കൾ വാർത്താ സമ്മേളനം നടത്തിയതെന്നായിരുന്നു മന്ത്രി CIയോട് ചോദിച്ചത്. പോലീസ് ഞങ്ങളെ സംരക്ഷിക്കേണ്ട, സർക്കാരിന്റെ നയം നടപ്പിലാക്കിയാൽ മതി. വാർത്താ സമ്മേളനം നടത്തി ഷൈൻ ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ കുറ്റകൃത്യം എങ്ങനെ നടന്നുവെന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നും മന്ത്രി ചോദിച്ചു. എന്ത് താല്പര്യത്തിന്റെ പുറത്തായാലും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്നും മന്ത്രി CIക്ക് മുന്നറിയിപ്പ് നൽകി. ജൂൺ മധ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 70% പാഠപുസ്തകങ്ങളുടെയും അച്ചടി പൂർത്തിയായി.
കിരാലൂർ, മലാപ്പറമ്പ് സ്കൂളുകൾ അടച്ചുപൂട്ടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിനായി തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഡൊണേഷനും ഒരു തരത്തിലുള്ള കോഴകളും അനുവദിക്കില്ല. അധ്യാപകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. ശമ്പളം ലഭിക്കാത്തതടക്കമുള്ള അധ്യാപകരുടെ പ്രശ്നങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. പാഠപുസ്തകം ജൂൺ മധ്യത്തോടുകൂടി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എത്തും, ഉറപ്പാണ്. ഇപ്പോൾ ഏകദേശം ഒരു 70% പൂർത്തിയായിട്ടുണ്ട്. അത് എല്ലാ പ്രസ്സുകളിലും, പഠിക്കുന്ന പ്രസ്സുകളിലൊക്കെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും ഇത് തന്നെ ചെയ്ത് ഒരു കൗണ്ട് ഡൗൺ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 15 എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ എല്ലാ പ്രശ്നത്തിലും ആദ്യം അടിസ്ഥാനപരമായ ഒരു പഠനം വേണം. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ ചാനൽ ക്യാമറാമാനെ പോലീസ് കയ്യേറ്റം ചെയ്തതായി പരാതി. ജീവൻ TV ക്യാമറാമാൻ എടവിലങ്ങ് വെലിപ്പറമ്പിൽ രാകേഷിനെയാണ് കയ്യേറ്റം ചെയ്തത്. മുഖത്ത് അടിയേറ്റ രാകേഷിനെ കൊടുങ്ങല്ലൂർ OK ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി സൊസൈറ്റി സ്റ്റോപ്പിലെ കടയ്ക്കു മുന്നിൽ സുഹൃത്തുമൊത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന രാകേഷിനെ അതുവഴി വന്ന SI ഭീഷണിപ്പെടുത്തുകയും മുഖത്തടിക്കുകയുമായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ രാകേഷിനെ 2 മണിക്കൂറിലധികം സമയം കസ്റ്റഡിയിൽ വെച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് ഇയാളെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ SI ആണ് അടിച്ചത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് അവിടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജീവനിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറയാനായിട്ട് അനുവദിച്ചില്ല. അപ്പോഴേക്കും മോന്തയ്ക്ക് അടിച്ചു. അത് ഞാൻ പറഞ്ഞു മീഡിയ പ്രവർത്തകനാണ്, ജീവനിലെ ക്യാമറമാൻ എന്നൊക്കെ പറയല്ല. പിന്നെയും ഒരെണ്ണം അടിച്ചിട്ട് തള്ളി ജീപ്പിൽ കയറ്റിയായിരുന്നു. എന്നിട്ട് 2 മണിക്കൂറോളം പുറത്ത് ജീപ്പിലിട്ടിട്ട് കറക്കി ഒരു 2 മണിക്കൂർ ശേഷമാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കണേ. കൊടുങ്ങല്ലൂർ SIയുടെ മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജീവൻ TV തൃശൂർ ബ്യൂറോ ക്യാമറമാൻ രാകേഷിനെ കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ സന്ദർശിച്ചു. SIക്കെതിരെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ തൃശൂർ ജില്ലാ പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോതകുളത്ത് കടലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. കോതകുളം ബീച്ച് പനപ്പറമ്പിൽ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. ഇന്ന് രാവിലെ 8ഓടെയായിരുന്നു സംഭവം. വള്ളത്തിൽ നിതിൻ, കണക്കാട്ട് കണ്ണൻ എന്നിവരാണ് ബൈജുവിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്നത്. കരയിലേക്ക് വരുന്നതിനിടെ ശക്തമായ തിരയിൽപ്പെട്ട് ഇവർ സഞ്ചരിച്ച വള്ളം മറിയുകയായിരുന്നു. 10,000-ഓളം രൂപയുടെ മത്സ്യം കടലിൽ നഷ്ടപ്പെട്ടതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വള്ളത്തിന്റെ എഞ്ചിൻ തകർന്നതായി മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. 75,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇന്നലെ രാവിലെ 7ഓടെ കഴിമ്പ്രത്തും തിരയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം തകർന്നിരുന്നു. കവർച്ച കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിരിക്കെ ജാമ്യം നേടിയ ശേഷം 32 വർഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിലായി. മൂവാറ്റുപുഴ സ്വദേശി ഉലഹന്നാനാണ് അഞ്ചേരി ക്രിസ്റ്റഫർ നഗറിൽ ഒളിവിൽ കഴിഞ്ഞുവരവെ തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിലായത്. മാടക്കത്തറ സ്വദേശി ചന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോയ ശേഷം വാഹനത്തിന്റെ നമ്പർ മാറ്റി കവർച്ചയ്ക്കായി ഉപയോഗിക്കുകയും എറണാകുളം നോർത്തിലുള്ള സുരഭി ഫൈനാൻസിന്റെ മാനേജറെ കടാര കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവർച്ച ചെയ്യുകയും ചെയ്തതിന് എറണാകുളം സെൻട്രൽ പോലീസിലാണ് 1984 പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങിയതിനെ തുടർന്നാണ് 1986 പ്രതിയെ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ മറ്റു പല കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ AG സൈമണിന്റെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് SI P ലാൽകുമാർ, LP സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO സാജ്, പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇനിയൊരിടവേള.